പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി പത്തനംതിട്ട. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളന വേദിയായ സ്റ്റേഡിയത്തിൽ അവസാനവട്ട തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വളരെ വലിയ ആവേശത്തിലാണ്. പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേർന്നാൽ മതി എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. എല്ലാ പ്രവർത്തകരും എല്ലാവരും വളരെ ആവേശത്തിലാണ്. എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവേശം വാനോണം. പത്തനംതിട്ടയിലെങ്ങും BJPയുടെയും NDA സഖ്യകക്ഷികളുടെയും കൊടിതോരണങ്ങൾ, പ്രധാനമന്ത്രിയുടെ കൂറ്റൻ ഫ്ലക്സുകളും ബാനറുകളും, പ്രവർത്തകർക്ക് അക്ഷരാർത്ഥത്തിൽ ആവേശത്തിന്റെ മണിക്കൂറുകൾ. പ്രധാനമന്ത്രിയുടെ വരവോടെ അനിൽ ആന്റണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മണ്ഡലത്തിൽ മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ ഏറെ മുന്നിലാകും. മാവേലിക്കര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയും വേദിയിലുണ്ടാകും. പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിൽ നിന്നായി 1 ലക്ഷത്തോളം പ്രവർത്തകരാണ് പരിപാടിയിലേക്ക് എത്തുക. സമ്മേളനം നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിലെ പടുകൂറ്റൻ വേദിയിൽ അവസാനവട്ട തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ പ്രധാനമന്ത്രി സമ്മേളന വേദിയിലേക്ക് എത്തും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും SPG ഉദ്യോഗസ്ഥരും സ്ഥലത്ത് വിലയിരുത്തലുകൾ നടത്തിവരുന്നു. BJP നേതാക്കളും സ്റ്റേഡിയത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. വലിയ ആവേശത്തിലാണ് പത്തനംതിട്ടയിലെ പ്രവർത്തകന്മാർ. അതിനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്തുള്ള കേരള സന്ദർശനത്തിൻ്റെ ആദ്യ പരിപാടി എന്ന രീതിയിൽ പത്തനംതിട്ടയിലെ പരിപാടി വലിയ വിജയമാക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തകർ അഹോരാത്രം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ശബരീശൻ്റെ മണ്ണായിട്ടുള്ള ഈ പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി എത്തുക എന്നുള്ളത് എല്ലാ പ്രവർത്തകരിലും ആവേശം നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷത്തോളം പ്രവർത്തകരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ 60 പ്രധാന നേതാക്കളാകും ഉണ്ടാവുക. പകൽ സമയത്തെ ഉയർന്ന താപനില കണക്കിലെടുത്ത് ഫാനടക്കമുള്ള സജ്ജീകരണങ്ങൾ വിപുലമായി പന്തലിൽ ക്രമീകരിക്കുന്നുണ്ട്. ജനം, പത്തനംതിട്ട.